കുറവലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വ്യാപാരം നടത്തുന്ന കുറവലങ്ങാട് സ്വദേശിയായ കൂനമാക്കിൽ മാത്യുവിനെ അകാരണമായി പോലീസ് പിടികൂടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കുറവലങ്ങാട് ടൗണിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. തിങ്കളാഴ്ച വൈകുന്നേരം 6 മുതലായിരുന്നു ഹർത്താലിനുള്ള ആഹ്വാനം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഹ്വാനത്തിന് തൊട്ടുപിന്നാലെ തന്നെ വ്യാപാരി വ്യവസായി സമിതിയും ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വ്യാപാരികൾ ഒന്നടങ്കമാണ് ഹർത്താലിനെ സ്വീകരിച്ചത്. പോലീസിന്റെ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ തന്നെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ രംഗത്തെത്തി പ്രതിഷേധ പ്രകടനവും ഹർത്താലും ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ SIയുടെ മൊബൈലിൽ വിളിക്കുകയും 3 പ്രാവശ്യം റിങ് ചെയ്ത് ആ ബെല്ല് നിന്നതല്ലാതെ SI ആ ഫോൺ എടുത്തില്ല. അതിനുശേഷം ഞാൻ മുട്ടപ്പള്ളി ടോമി ഞങ്ങൾ 4-5 പേര് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ ചെല്ലുകയും അപ്പോൾ SI അകത്ത് ആരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സംസാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാറേ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറയുകയാണ്, എനിക്ക് ആൾ മാറി ഞാൻ പിടിച്ചോണ്ട് പോകുന്നു എന്നാണ് SI പറയുന്നത്. അപ്പോൾ സാറേ എന്നാൽ ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയല്ല, ജാമ്യം ഒപ്പിട്ടിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത പത്തനെ അവിടെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് സംഗതി ഉപ്പിട്ട് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോകണമെന്ന് SI പറയുന്നു. ഏതൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ SI പറഞ്ഞു കൊണ്ടുപോക്കും എന്ന് പറഞ്ഞ് പാത്രനെ ഞങ്ങൾ ഇവിടുത്തെ ഇറക്കി വിടുകയും അതിനുശേഷം വളരെ ഇതായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് വേറെ ഏതോ ഒരു പ്രതിക്ക് വേണ്ടി പകരം കൊണ്ടുപോയതാണ്. ഈ ക്രൂരമായ മർദ്ദനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ അറിയാം, നമ്മളോടൊക്കെ മുമ്പേ പറഞ്ഞാൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റിയല്ല. അതിൻ്റെ ആ രീതിയിലുള്ളവർ അങ്ങനെ വിളിക്കുള്ളൂ. പക്ഷേ അത് നമുക്കങ്ങനെ വിളിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ കേൾക്കുന്നത് നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർക്ക് അത് സഹിക്കാനും പറ്റിയല്ല. അങ്ങനെ വിളിച്ച് അങ്ങനെ മർദ്ദിച്ച് വളരെ യാതൊരു ഈ മാത്തനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്തൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും ഉണ്ടാകിയല്ല. അങ്ങനെയുള്ള ഒരു വ്യാപാരിയാണ്. അപ്പം ഇത്ര ക്രൂരമായി മർദ്ദിച്ച ആ SIയെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുമോ? അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, ഇതിപ്പോൾ നമ്മൾ വ്യാപാരി തന്നെ നടത്തിയ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതേ കാര്യങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ പുറമേലിങ്ങാട്ടെ നമ്മളുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ശക്തമായ സമരവുമായിട്ട് രംഗത്തേക്ക് വരുവാണ്. നമ്മൾ ഇതുപോലെ ഇന്നത്തോണ്ട് ഇവിടെ നിർത്തുമല്ല, നമ്മളിത് വളരെ മാന്യമായിട്ട് അധികാരികളുടെ കണ്ണു തുറക്കത്തക്ക രീതിയിലുള്ള ഒരു സമരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ അധികാരികളുടെ കണ്ണു തുറന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് സമരങ്ങൾ വളരെ വിപുലീകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും
സഹകരണം ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജോലി ചെയ്യുന്നു. ഇതുപോലെ എത്രയോ പാവപ്പെട്ട ആളുകൾ ഇവിടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുണ്ട്, അല്ലാതെയുള്ള ആളുകളുണ്ട്. അദ്ദേഹം വിജയയുടെ ഓപ്പോസിറ്റ് മുന്നേറ്റം പറഞ്ഞ പോലെ പോയി നിന്നപ്പോൾ യാതൊരു പ്രോബ്ലവും കാരണമായി അദ്ദേഹത്തെ വന്ന് പിടിക്കുകയും മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. കേൾക്കാൻകൊള്ളിയാത്ത അസഭ്യമാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതെന്തുവാട്ടെ, എങ്കിൽ പോലും മാന്യതയുള്ള ആർക്കും ചേരുന്നതല്ല. തെറ്റുകാരനാണ്, അവനെ പോലീസ് സ്റ്റേഷനിൽ പിടിക്കട്ടെ, ഞങ്ങൾക്ക് പരാതിയില്ല. വിളിച്ച് അവന്റെ പേര് കേസെടുക്കട്ടെ, അതിനും പരാതിയില്ല. വഴിവെക്കിൽ കാണുന്ന ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പോയാൽ ഇതേ അനുഭവം നാളെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ സംശയിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആളിലെ എന്തും ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് ഒരു ന്യായമായ കാര്യം. നമ്മളെല്ലാവരും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് പോരുന്നു, സന്ധ്യയാകുമ്പോൾ വീട്ടിൽ ചെല്ലുന്നു, ഇതിനോടിടയ്ക്ക് നമുക്ക് കാര്യങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും കുറ്റാരോപണം ഉണ്ടായെങ്കിൽ അവരെ ശരിയായ പ്രതിയെ പിടിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും പേര് മാറി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഈ നിരപരാധിയെ പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത് അതിനോട് അങ്ങേയറ്റം പ്രതിഷേധാർഹമുണ്ട്. ഈ സംഘടനയ്ക്കുമുണ്ട്, ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കുമുണ്ട്. കാരണം ഇതൊരിക്കലും നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല. പോലീസ് സ്റ്റേഷൻ മാതൃകാപരമായി നടത്തുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും പ്രസ്താവന ഇറക്കിയും ഇതുപോലെയുള്ള മാതൃകയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് സംശയം. ഇതാണോ ചെയ്യേണ്ടത്? ന്യായമായി അദ്ദേഹം തെറ്റിയെങ്കിൽ അതിനെ വിളിക്കണം, സൗഹാർദ്ദപരമായി വിളിച്ചു ചോദിക്കണം. അതല്ല വേണ്ടത്. മാനാഭിമാനം എല്ലാവർക്കും വലുതാ. വഴിവെക്കിൽ വെച്ച് അധിക്ഷേപിക്കുന്നത് ശരിയാണ്. നമ്മളെല്ലാവരും ഓരോ വീടുകളിൽ നിന്ന് വരുന്നവരാ. അവർക്ക് അവരുടേതായ അന്തസ്സുണ്ട്, ഓരോ തൊഴിലിനും അതിന്റെ അന്തസ്സുമുണ്ട്. അപ്പോൾ വലിയ തൊഴിലുള്ള വലിയ സർക്കാർ ഉദ്യോഗം അല്ല എങ്കിൽ പോലും ഈ ചെയ്യുന്ന തൊഴിലിനൊക്കെ മാന്യതയുണ്ട്. ആ മാന്യത നിൽക്കുന്ന ആളുകളെ പൊതുജന സമക്ഷത്ത് വെച്ച് ഒരു അധികാരിയുടെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള വാക്കുകൾ ഉണ്ടാകുന്നത് ഒരിക്കലും സഹിക്കാവുന്നതല്ല. അപ്പോൾ ഇതുപോലുള്ള ഈ പ്രവർത്തനത്തിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സൂചന മാത്രമാണ്. ഇതുകൊണ്ട് വിഷയങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല എങ്കിൽ ഈ നടപടിയിൽ നിന്ന് മുമ്പോട്ട് പോകും. ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷേ ഈ ഇവിടെയുള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരു കാരണവശാലും ഒരു പൊഴിച്ചിലും ഉണ്ടാകാം. കാരണം ഇത് നീതിക്കാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അന്യായത്തിന് നിൽക്കുകയല്ല, നമ്മൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വരുന്നത്. നമ്മളെ ജീവിക്കുന്നത് നാളെ ഇതുപോലെ മറ്റുള്ളവർക്കും ഓരോ അനുഭവം ഉണ്ടായാലോ. അത് ആ ഒറ്റ കാരണത്തിന്റെ പേരിൽ ഈ കാര്യത്തിൽ നീതി ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി.